ഷാർജ KMCC സംസ്ഥാന കമ്മിറ്റിയുടെ രണ്ടാമത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക പുരസ്കാരം ഡോക്ടർ സുബൈർ ഹുദവി ചേകന്നൂരിന് സമ്മാനിക്കും. പാണക്കാട് സയ്യിദ് മുനവറി ശിഹാബ് തങ്ങൾ ചെയർമാനും ET മുഹമ്മദ് ബഷീർ MP, ഡോക്ടർ MK മുനീർ MLA എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഉത്തരേന്ത്യയിലെ പിന്നോക്ക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ഡോക്ടർ സുബൈർ ഹുദവിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പ്രഭാഷണ മേഖലയിലും അക്കാദമിക രംഗത്തുമുള്ള മികവ്, ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിവിധ വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനം തുടങ്ങിയവയും അവാർഡ് ജൂറി പരിഗണിച്ചു. ബീഹാറിലെ കിഷൻഗഞ്ച് ആസ്ഥാനമായ ഖുർട്ടുബ ഫൗണ്ടേഷന് കീഴിൽ ഒരു പ്രദേശത്തിന്റെ തന്നെ വിദ്യാഭ്യാസ ശ്രമങ്ങൾക്കുള്ള ഉറവയും ഉണർവുമായി സ്ഥാപനത്തെ വളർത്തിയെടുക്കാനും സുബൈർ ഹുദവി നടത്തിയ ശ്രമങ്ങൾ തുല്യതയില്ലാത്തതാണ് എന്നും അവാർഡ് ജൂറി വിലയിരുത്തി. ഡിസംബർ 6-ന് ഷാർജ KMCC സംഘടിപ്പിക്കുന്ന ഈദുൽ ഇത്തിഹാദ് UAE ദേശീയ ദിനാഘോഷ പരിപാടിയിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും. പാണക്കാട് സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് എന്നിവർ മുഖ്യാതിഥികളാകും. 60 പ്രമുഖരും വിവിധ തുറകളിലെ വിശിഷ്ട വ്യക്തികളും പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് ഹാഷിം നുഞ്ഞേരി, ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണാപുരം, ട്രഷറർ അബ്ദുറഹ്മാൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് കബീർ ചാന്നാങ്കര, ത്വയ്യിബ് ചേറ്റുവ, സെക്രട്ടറി മാർ നസീർ കുനിയിൽ, KS ഷാനവാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമുക്ക് പോറ്റുമ്മ എന്ന നിലയിൽ നമ്മോട് കാണിച്ചിട്ടുള്ള കാരുണ്യത്തിൻ്റെയും പ്രതിഫലമായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അവരോടുള്ള നമ്മുടെ കടമയും കടപ്പാടും കാണിക്കാവുന്നത് അവരുടെ സ്വാതന്ത്ര്യ അല്ലെങ്കിൽ ഒരു ഇത്തിഹാദിൻ്റെ ദിവസം അത് സമുചിതമായി കൊണ്ടാടിക്കൊണ്ടെങ്കിലും ആവണമെന്ന സംസ്ഥാന KMCCയുടെ ആഗ്രഹപ്രകാരമാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടിയിൽ നമ്മുടെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപുത്രൻ നാജി അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഷാർജ KMCCയുടെ മുഖ്യ രക്ഷാധികാരി ഡോക്ടർ ഹുസൈൻ, അതുപോലെ തന്നെ സൗദ് അൽ നക്കിബി, ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഖാസിമി മുതലായ പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്മാരക പുരസ്കാരം കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തത് നജീബ് കാന്തപുരം MLAക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനത്തെ കണക്കാക്കിയാണ് കൊടുത്തത്. ഈ വർഷം നമ്മളത് ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ ചെയർമാനും MK മുനീർ സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് MP മെമ്പർമാരുമായിട്ടുള്ള ജൂറിയാണ് ഇതിവിടെ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മുനവർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പ്രഖ്യാപിച്ചത് സുബൈർ ഹുദവി അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരുള്ള അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സുബൈർ ഹുദവിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ കിഷൻഗഞ്ച് ആസ്ഥാനമായി ഖുർട്ടുബ ഫൗണ്ടേഷൻ്റെ കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസപരമായ ഒരുപാട് നവോത്ഥാനം അവിടെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ സേവനം കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അവാർഡും അന്ന് ദിവസം നമ്മുടെ 6-ാം തീയതി നടക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് നൽകപ്പെടുകയാണ്. പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. മാധ്യമരംഗത്തെ സുദീർഘമായ സേവനം കണക്കിലെടുത്തുകൊണ്ട് NTVയുടെ ചെയർമാൻ മാത്തുക്കുട്ടി കരോളിനും കൂടി ഈ പ്രാവശ്യം ഞങ്ങൾ അവാർഡ് നൽകുന്നുണ്ട്. ആ കാര്യം കൂടി ഇവിടെ വിശദീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് അല്പമായ സന്തോഷമുണ്ട്. എല്ലാവരും ഈ പരിപാടിയിലേക്ക് നേരത്തെ കാലത്ത് തന്നെ പങ്കെടുത്ത് പരിപാടി വമ്പിച്ച് വിജയപ്രദമാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെസ് കോമ്പറ്റീഷൻ ജില്ലാ കമ്മിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂനിയർ, സീനിയർ, വനിതാ വിഭാഗങ്ങൾക്കായിട്ട് ചെസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇപ്പോൾ ഈ 1-ാം തീയതി മിനിഞ്ഞാന്നാണ് അത് പൂർത്തിയാക്കിയത്. അതിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 1-ാം സ്ഥാനവും മലപ്പുറം ജില്ലാ കമ്മിറ്റി 2-ാം സ്ഥാനവും നേടി. ഇനി ഡിസംബർ 6-ന് 5 മണിക്ക് ഞങ്ങളുടെ വിവിധ ജില്ലാ കമ്മിറ്റികളുടെ കുട്ടികൾ, ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും മക്കൾ അവിടെ ദഫ്മുട്ട്, കോൽക്കളി, ഒപ്പന, അതുപോലെ തന്നെ മറ്റ് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. NTV UAE to the world.